നമസ്കാരം. ഞാനാണ് ഡെഡ്ലി ബേ, ഒരു കൊച്ചു മലയാളിക്കുട്ടി, പബ്ജി കളിക്കാൻ ആഗ്രഹിക്കുന്ന മലയാളിക്കുട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. പിന്നെ പഠിച്ചു വരുന്നത് അല്ല, അത് കാരണം ഈ വീഡിയോയിൽ കണ്ട പകുതി ഫസ്റ്റ് മീ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ വെടിയേറ്റ് തട്ടിപ്പോയി. ശുഭായത്തിന് ഇതിൽ വീണ്ടും പുനർജനിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇത് പുതിയ സീസണാണ്, ഫസ്റ്റ് ഗെയിമാണ്. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ ഈ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താ സംഭവിക്കുന്നതെന്നുള്ളത്, എന്താണ് ഇതെന്നുള്ളത്. അപ്പോൾ ഈ ഷീൽഡ് ഫ്രാങ്ക് ആയിട്ടാണ് എന്നാണ് എഴുതി കാണിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് എന്തിനാ ഉപയോഗിക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇത് പബ്ജി കളിച്ച് നല്ലോണം അറിയുന്നവരെ എനിക്ക് താഴെ കമൻറ്റിൽ ഒന്ന് ഇട്ട് തരണം, എങ്ങനെയാണ് ഇത് എന്താണെന്നുള്ളതൊന്ന് സഹായിക്കണം. അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ ഇനി അടുത്ത് എവിടെയാണ് ലാൻഡ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്ലെയിനിലിരുന്നിട്ട്. അപ്പോൾ മാൻഷൻ സെലക്ട് ചെയ്തു. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. എൻ്റെ കൂടെ ഒരു പ്രേതക്കുട്ടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്നു. ഇതൊക്കെ ശരിക്കും കളിക്കാൻ അറിയുന്നവരൊന്നും പറഞ്ഞു തരണേ, എങ്ങനെയാണെന്ന് എന്താണെന്നുള്ളത് കമൻറ്റിൽ. ഇവിടെ ആരുമില്ലാന്ന് കണ്ടു, സന്തോഷമായി ലാൻഡ് ചെയ്യുന്നു. ആദ്യത്തെ കളിയായതിൻ്റെ വലിയ കിന്നൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. ഓർമ്മയ്ക്കാ ഭാഗ്യം. അപ്പം അതൊക്കെ കണ്ട എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാരി എടുക്കുന്നുണ്ട്. അത് ഞാൻ നല്ലതാട്ടോ, ഓരോ കാര്യങ്ങൾ കളക്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. ഞാൻ എപ്പോഴും കയ്യിൽ കൂടുതലും വെക്കുന്ന ഒരു ഗണ്ണാണ് ഈ DP28 എന്ന് പറയുന്നതും M416 തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അതെ, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ വായിച്ച് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഫസ്റ്റ് കളിയായതുകൊണ്ട് പതുക്കെ അത് ഓരോന്ന് ഉപയോഗിച്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ്. ഇതൊരു ഗോസ്റ്റ് ഹെൽമെറ്റ് ആണെന്ന് മനസ്സിലായി. അത് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്നൊരു ഐഡിയ കിട്ടി. പിന്നെ ഒരെണ്ണം ബലൂൺ ഗോസ്റ്റിന് കണ്ടു. അത് ഈ ഓരോ ലൊക്കേഷനിൽ നിന്ന് പറന്നു പോകാനായിട്ടുള്ളത്. ഈ കൂടെയുള്ള ഗോസ്റ്റ് എന്തിനുള്ളതാണ് എന്താണെന്ന് എനിക്കറിയില്ല. കൂട്ടിന് വരുന്നതാ തോന്നുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും എൻ്റെ അന്വേഷിക്കൽ ആ ഗോസ്റ്റിൻ്റെ ഓരോ കളക്ഷൻ മെറ്റീരിയൽസ് ആയിരുന്നു. എന്തൊക്കെ ടൈപ്പാണ് ഉള്ളത്, എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കാരണം അത് തപ്പി നടപ്പായിരുന്നു. ഇതെന്തിനുള്ളതാണെന്ന് ഞാനിപ്പോൾ ചുമ്മാ ഒന്ന് നോക്കിയതായിരുന്നു. അപ്പോൾ കാണിക്കുന്നത് ടീംമേറ്റിനെ നമ്മൾ രക്ഷിച്ചാൽ അല്ലെങ്കിൽ റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ നിന്ന് ഇങ്ങനെ കൂടി വരും, പോയിൻറ്റ്സ് കിട്ടും എന്നാണ്. മറ്റേ ഹെൽമെറ്റിൻ്റെ ഓപ്ഷൻ ഞാൻ അത്ര നീക്കിയിട്ടും അത് വരുന്നുണ്ടായിരുന്നില്ല. അതെന്താ സംഭവം എന്ന് എഴുതി കാണിക്കുന്നത്, അതവിടെ പ്രസ് ചെയ്തിട്ടാണ് അത് ഹെൽമെറ്റ് എന്ന കണ്ടീഷനിലേക്ക് വരിക എന്നുള്ളത് ഒരു ഐഡിയ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്നിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ ടൈപ്പ് സൗണ്ടുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ വൈലറ്റ് കളറിലും ബ്ലൂ കളറിലൊക്കെ കാണുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രം പഠിച്ചു വരുന്നു. വേണ്ടാത്ത ബുള്ളറ്റ്സും കാര്യങ്ങളെല്ലാം കളഞ്ഞ് സ്പേസ് ഉണ്ടാക്കി. നീ കുറച്ച് കാശൊക്കെ ഇങ്ങനെ ഒപ്പിക്കണം, ഷോപ്പിങ്ങിന് പോകാനുള്ളതല്ല.
ഈ പാസിക് ബൂസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ഓടുമ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചുകൂടി സ്പീഡിൽ ഓടാൻ സഹായിക്കുന്നതാണെന്ന്. ഒരു ബൂസ്റ്റ് കൊടുക്കുക എന്നുള്ളൊരു അർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നു അതായിരിക്കുമെന്ന്. പിന്നെ ഈ പെറ്റി തുറന്നപ്പോഴത്തെ ഇഷ്ടം പോലെ കാശ് കിട്ടി. ഷോപ്പ് ടോക്കൺസ്. ഇതൊക്കെ ഞാനിനി സ്കോപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ സ്കോപ്പ് മേടിക്കാനും അല്ലെങ്കിൽ ലെവൽ 3 ബാഗ് വാങ്ങാനൊക്കെ യൂസ് ചെയ്യും. ഇനി ഞാൻ മാപ്പിൽ നോക്കി പുതിയ പുതിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു മൈൻഡിലാണ് ഞാനീ പോകുന്നത്. അപ്പോൾ അത് ആദ്യത്തെ സാധനം യൂസ് ചെയ്യുന്നു, ബലൂൺ. പാറിപ്പറന്ന് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസിലേക്ക് അത് പോകാൻ പറ്റിയാന്ന് മനസ്സിലായി. അത് പക്ഷേ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് സെക്കൻഡ്സ് മാത്രം. കണ്ടില്ല സൈഡിൽ 4 3 2 1. ഇനി വീണ്ടും യൂസ് ചെയ്യാം. ഇനി ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ടൈമിങ് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുവരെ അത് ഓപ്പൺ ആയിട്ടില്ല, സ്റ്റാർട്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ടൈമിൽ തന്നെ വേറെ ആരോ ഒരു എനിമി അവിടെ വന്നിട്ടുണ്ട്. വണ്ടി ഓടിച്ച് അവിടെ എത്തിയിട്ടുണ്ട്. ആ കാരണം ഞാൻ വലിച്ചു കിടന്നു കാത്തിരുന്നു. എൻ്റെ ശബ്ദം എനിക്ക് കേട്ടിട്ട് എങ്ങാനും പുറത്ത് വന്നാലോ വെടിവെക്കാലോ എന്ന് വെച്ചിട്ട്. പക്ഷേ ഇതാണെങ്കിൽ ഓപ്പണും ആവുന്നില്ല. അപ്പം എന്താ സംഭവം ഒന്നും അറിയുന്നില്ല. ലൈറ്റ് കുറച്ചുകൂടെ വരുമോ ഇതൊന്നും കാണാണ്ടായിരുന്നില്ല. പിന്നെ വരുമോ എടുക്കുമോ ഒന്നും അറിയാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാനൊരു ടീം ഗെയിമായിട്ടാണ്, ആരും പരിചയമുള്ളവരൊന്നല്ല. അപ്പം അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരാൾ എക്സിറ്റ് അടിച്ചു പോയി. കാരണം 3 പേരേ ഉള്ളൂ. പിന്നെ ഇതിപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക ഓരോന്നും പവർ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഓരോ സ്ഥലത്തിൻ്റെ ഇവിടെ എന്താ ഉള്ളത്. അപ്പോൾ ഇതിന് എനിക്കൊരു ഹെൽമെറ്റ് വന്നു, ആൾ പോയി. അപ്പം ഞാൻ വിചാരിച്ചു എനിമി അടുത്തേക്ക് വരുമ്പോഴാണോ ഓട്ടോമാറ്റിക്കലി ആവുന്നത്, ഹെൽമെറ്റായിട്ട് എന്നിട്ട് തന്നെ പോവാണോ. കാരണം ഞാനായിട്ടൊന്നും പ്രസ് ചെയ്തിരുന്നില്ല. രണ്ടും തൽപ്പിച്ചുള്ളിലേക്ക് ഞാൻ കയറി അത് ഓപ്പൺ ആവുന്നത് കേട്ടിട്ട്. ടൈമായപ്പം വരുന്നോടത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ചിട്ട് കയറിപ്പോയി. എനിമേ ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇതിന് സൈഡിൽ ചാടി ഒരാൾ വരുന്ന കണ്ടു. ഓടി വന്നു. കണ്ടോ ആ ഹെൽമെറ്റ് പോലെ പ്രേതം വന്നിരുന്നത്. ഭാഗ്യത്തിനാണ് ധാരാളം ഗോസ്റ്റ് എനിക്ക് കിട്ടി. അതൊക്കെ എൻ്റെ ഹെൽത്തൊക്കെ സെറ്റാക്കുക. കാരണം ഇങ്ങനത്തെ ഏരിയാസിൽ വീണ്ടും എനിമീസൊക്കെ പെട്ടെന്ന് വരികയല്ലേ. ആ ഒരു ഫ്ലോയിൽ പോയി കുറേ പ്രേതങ്ങൾ ഡാൻസ് കളിക്കുന്ന കണ്ടു. ഓരോ പ്രേതത്തിൻ്റെ അടുത്തും ഓരോ പവർ ബൂസ്റ്റ് ഉള്ള പോലെയായിരുന്നു ഗോസ്റ്റിൻ്റെ. അത് മനസ്സിലായി. ഈ ഒരു ഏരിയയുടെ അപ്പം എന്താണെന്നുള്ളത് മനസ്സിലായി. നല്ല രസമുണ്ട് എല്ലാം കുഞ്ഞാൻറ്റികളും കളിക്കുന്നതാണ്. കൂടെ പാടാനോ ഡാൻസ് കളിക്കാനോ പറ്റുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തേക്കൊന്ന് പോയി നോക്കി എന്താ സംഭവം എന്നുള്ളത്. പിന്നെ ഒളിച്ചിരിക്കാൻ വെച്ചു അപ്പുറത്തും നോക്കിയിട്ട്. ഇനി ആൾക്കാരാരാ വരുന്നത് എവിടുന്നാ വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇത് തീരുന്നവരെ അവിടെ ഇരിക്കണമെന്ന് മനസ്സിലായി. അപ്പതെ അടിപൊളി കുറേ സാധനങ്ങൾ കിട്ടി. ബാഗിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒതുക്കി വെക്കലായിരുന്നു. ഒതുക്കി വെക്കൽ. ഇപ്പോഴേ ഹെൽത്ത് അടിച്ച് പോവാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഇഞ്ചക്ഷൻ എടുത്ത് അടിക്കും. ഈ ഹെൽത്ത് പാക്കറ്റ് ഞാൻ കുറച്ച് അധികം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങാനും മൊത്തം തരാ വെടിയടി കിട്ടുമായിരുന്നെങ്കിലോ. വേണ്ടേ, അതുകൊണ്ട് അപ്പം അത് ഒഴിവാക്കി ഒരു ഇഞ്ചക്ഷൻ അടിച്ചു, സാധനങ്ങൾ എടുത്തു.
I got ഇനിയൊന്നില്ലല്ലോ എന്ന് supplies. നോക്കി. പോവാം. ഒന്നുകൂടെ പെട്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ? പോവാം. Help! ഇപ്പോൾ കൂടെയുള്ള 2 പേർക്കും വെടിയേറ്റോണ്ടിരിക്കുക. അപ്പോൾ പിന്നെ റീകോൾ സൈറ്റിൽ പോയിട്ട് കാര്യം അവരുടെ അടുത്തേക്ക് പോകുന്ന ടൈമിൽ അപ്പോൾ ഈ ബ്രൂം ഞാൻ ഉപയോഗിച്ച് നോക്കുകയാണ്. എങ്ങനെയുണ്ട്, എത്ര ദൂരം പോവുക, എത്ര ഹൈറ്റിൽ പോവും, എത്ര ലോ ആയിട്ട് പോവുക എന്നുള്ള ഒരു ഐഡിയ കിട്ടി. അധികം മേലേക്ക് പോകുന്നില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വീടിൻ്റെയൊക്കെ മേലെ കൂടെ അങ്ങനെ കയറാൻ പറ്റും. പിന്നെ നേരത്തെ കണ്ടില്ലേ, നമ്മൾ റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് ഒക്കെ കൂടും. I'm അങ്ങനെ recalling a കണ്ടിട്ടില്ല, എന്നാലും teammate. നമ്മുടെ ടീമേറ്റ് അല്ലേ. ആ കാരണം എന്തായാലും ഞാൻ റീകോൾ ചെയ്യുന്നതാണ്. Thanks. ഇവിടെ എന്തോ ഭാഗ്യത്തിന് ഇതിപ്പോൾ മാപ്പ് വന്നിട്ട് അധികം ആയില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അധികം ആൾക്കാരില്ല, അതുകൊണ്ട് റീകോൾ ചെയ്യാൻ പറ്റി. ടീംമേറ്റ്സിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ബ്രൂം പരീക്ഷിക്കുകയാണ്, എങ്ങനെയാണത് പോകുന്നത്, പറക്കുന്നത്. ഇനിയും പൊന്തുവെന്ന് പറയാൻ ഞാൻ എനിക്ക് നോക്കിയില്ല. അപ്പം ഈ ഒരു ഏരിയ എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഇവിടെ പതുക്കെ ലാൻഡാക്കുമ്പോൾ ലാൻഡാക്കാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ. ഓടി നടക്കുക. എന്താ ഇവിടെ ഉള്ള ഈ ഒരു ഏരിയ വട്ടത്തിൽ നിന്ന് ഒന്നും കാണാനില്ല. തപ്പി നടക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ വല്ല ഐറ്റമായിട്ടാണോ ഇരിക്കുന്നത്, ഒരു ട്രഷർ ചെസ്റ്റ് പോലെ വല്ലതുമാണോ, എന്താണ്? അപ്പം ഈ ഒരു സാധനം കണ്ടുപോയി നോക്കി. ഓൾറെഡി ഉള്ള ലാഭനായിരുന്നു. എന്ത് നാന്ന് മക്കളെ കാട്ടുന്നതെന്ന് വെച്ചിട്ടിങ്ങനെ നോക്കി നടന്നു. ഈ വട്ടത്തിനുള്ളിൽ തന്നെ ഞാൻ നോക്കുന്നത്, സ്റ്റെയർ കേസ് ഒന്നും കയറി നോക്കിയിട്ടില്ല. എനിക്ക് ഓൾറെഡി വേണ്ട സാധനങ്ങളൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ട്, വേണ്ട ഗണ്ണും കാര്യങ്ങളും ബുള്ളറ്റ്സൊക്കെ. അപ്പം ഞാൻ വീണ്ടും തപ്പുക. ഓപ്പൺ ചെയ്തത് തെറ്റിപ്പോയി. വീണ്ടും പറഞ്ഞതുപോലെ പഠിച്ചു വരുന്നേ ഉള്ളൂ കുട്ടി. അപ്പം ഇതെന്താ എന്നുള്ളത് ഞാൻ വായിച്ച് നോക്കുക. അപ്പം ഇവിടെ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. ഒന്നുകൂടെ തപ്പി നോക്കാമല്ലേ. തപ്പി നൈഹി എന്ന് പറഞ്ഞ നൈഹി എവിടെ നോക്കിയിട്ടും പേടിപ്പിക്കാൻ പ്രേതക്കുഞ്ഞുങ്ങളെ കാണുന്നില്ല. അതിനെ തല്ലി എന്തോ കിട്ടും പിടിക്കുന്നൊക്കെ ഞാൻ വായിച്ചു തൈൽ, പക്ഷെ കിട്ടുന്നില്ല, കാണുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ സ്ഥലം വിട്ടേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ഷോപ്പിങ്ങിന് പോവുകയാണ്. കുറച്ച് കാശ് കിട്ടിയല്ലോ, 65 രൂപയുണ്ട്. ഹാരി പോട്ടർ സ്റ്റൈലിൽ അങ്ങോട്ട് പോവുക. ഹാരി പോട്ടർ സ്റ്റൈലിൽ അങ്ങോട്ട് പോവുക. അപ്പോഴത്തേക്കിനും ഒരു ടീം മെമ്പറിനെ വെടിയേറ്റു വീണിരിക്കുന്നു. ഇനി റീകോൾ ചെയ്യാൻ പറ്റില്ല, ഒരു തവണയേ പറ്റുള്ളൂ. ഈ വണ്ടിയിൽ കുറച്ചുകൂടി ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നത് കാരണം ഞാൻ ഇവിടെ വന്നിട്ടാണ് സ്കോപ്പൊക്കെ വാങ്ങിയത്. കണ്ടോ, അതൊക്കെ അടുത്തെല്ലാം പിടിക്കുന്നേ ഉള്ളൂ. ഈ നേരം കൊണ്ട് പിന്നിൽ വന്നിട്ട് 2 വെടി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ്. ആൾക്കാർ കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ തുടക്കമായത് കൊണ്ട് ഞാൻ ജീവിച്ചു പോയി. എക്സ്റ്റൻഡഡ് മാഗ് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ്സൊക്കെ കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടോ, 41 എന്നുള്ളത് ഇപ്പോൾ 51 ആയി. ഒറ്റ ഇതിൽ തന്നെ 51 ബുള്ളറ്റ്സ് പോകും.
ഇനി എന്നൊരു കൂളിംഗ് ഗ്ലാസ് വെച്ചെടുത്തു. അതെന്തിനുള്ളതാണെന്ന് എനിക്കിതുവരെ അറിയില്ല. എന്നാലും ഞാൻ വെച്ച് കൊടുക്കുന്നു. അതുമാത്രം അതിൻ്റെ ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ട് വേറെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അതെന്തിനാന്നോ അറിയുന്നവരൊന്ന് കമൻസിലിടുന്നേ. പിന്നെ ഞാൻ എങ്ങോട്ട് പോകണം എന്നറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മറ്റേ ടീമേറ്റിൻ്റെ അടുത്തേക്ക് പോകണോ വേണ്ടയോ. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ബ്രൂം സ്റ്റിക്ക് ഇത് ഞാൻ നേരത്തെ വിചാരിച്ച പോലെ ഈ വീടിന് മുകളിലോ അങ്ങനെയായിട്ട് കയറാൻ പറ്റുമോ ഒന്ന് നോക്കണം. അപ്പതേ ഈ ഹൈറ്റ് കിട്ടി, ആ ഹൈറ്റ് കിട്ടി, എത്തി. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. ആരെങ്കിലും ഈ വഴി വന്നാൽ വഴി വെക്കാമല്ലോ. പൊളിച്ച് കിടന്നു. അപ്പോഴത്തേക്കിനും സർക്കിൾ ചെറുതായി. ടവറെല്ലാം ഡീആക്ടിവേറ്റ് ആയി. ഇവിടെ ഒന്നും ആരെയും കാണാനില്ല. ഇറങ്ങിയതിന് ശേഷം 2 എനിമീനെ ഞാൻ കണ്ടേക്കുന്നു. ഒരു എനിമിൻ്റെ സൗണ്ടും ഇപ്പോൾ ടീംമേറ്റിനെ കൊന്നത്. ഞാൻ പിന്നെ അധികം ആൾക്കാരില്ലാത്ത ഏരിയയും കൂടെ നോക്കുന്നു. അതെ, നേരത്തെ പറഞ്ഞ ബൂസ്റ്റ് തരുന്ന ഗോസ്റ്റ്. അത് പക്ഷേ സ്പീഡ് കൂടുതലാണോ? കണ്ടിട്ട് നോർമലി ഓടുന്നൊരു സ്പീഡായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. കുഴപ്പമില്ല, രണ്ടും കൽപ്പിച്ച് വണ്ടി എടുത്ത് പോവാം. കുറച്ച് ദൂരം ഉണ്ട് പോവാനായിട്ട്. അപ്പോഴേക്കുണ്ട് ഒരു എയർ ഡ്രോപ്പ് കണ്ടു. നിർത്തുന്നു, എടുക്കുന്നു. AWM ഉണ്ട്, പക്ഷേ ഈ സ്കോപ്പ് ലൈറ്റിൻ്റെ എടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും സ്കോപ്പ് കിട്ടാനായിട്ട് ഈ കാശ് 20 പോരാ എന്നുള്ളൊരു വിശ്വാസം ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അത് വിട്ടു പോകുന്നു. ഉള്ള 6x സ്കോപ്പ് വെച്ചിട്ട് മതി കളീനെ ചരിച്ചു. അല്ലേ ഇപ്പം ഞാൻ തകർത്തേനെ. ഈ സർക്കിളിനോട് ഒരു സെൻറ്ററായിട്ടുള്ള ഒരു ഭാഗം നോക്കിയിട്ട് നിൽക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വിചാരിച്ച് ഞാൻ പോകുന്നു. ടീമേറ്റിൻ്റെ കൂടെ നിൽക്കണമെന്നൊന്നും വിചാരിച്ചു, വേണ്ട എന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതേ കുറച്ചുകൂടെ ബാക്കിലേക്കുള്ള ബിൽഡിങ്ങിലേക്ക് കയറാമെന്ന് വെച്ചിപ്പോൾ പോകണു. അപ്പോഴേക്കും ഒരു എയർ ഡ്രോപ്പ് കണ്ടു. അപ്പം അതെടുക്കാനായിട്ട് പോകുന്നു. ഇത് ലാൻഡ് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ആൾക്കാർ ടടപടപടപടപടയെന്ന് എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കിട്ടിയ ചാൻസിനോടി പോയി സാധനങ്ങളെല്ലാം എടുത്തു. എടുക്കാൻ എന്താ ഉണ്ടായിരുന്നു? വേറെ പേസൊന്നും ഉണ്ടായിരുന്നില്ല. 15 ശേഷിയിട്ട് വേറെ പോന്നു. ഹലോ വരുന്ന ശബ്ദം കേട്ടു. ഈ ബ്രൂം സ്റ്റിക്കിൽ വരുന്ന ശബ്ദം. അക്കാണ് പതുക്കെ ഒന്ന് കുലുങ്ങിയിട്ടതേ വണ്ടി എടുത്ത് പോകുന്നു. സോറി പൈസ വണ്ടി എടുത്തില്ല ഞാൻ. അധികം ദൂരം പോകാനുണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാ വെറുതെ വണ്ടിയൊക്കെ എടുത്തിട്ട്. അടിയേറ്റു, സുഹൃത്തിന് അടിയേറ്റു. ഇപ്പം ആ സ്നൈപ്പർ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഞാനൊന്ന് കൊതിച്ചു. ആ ഒറ്റടിക്ക് നോക്കൗട്ട് നോക്കിയിട്ടായിരുന്നു. പക്ഷെ കാര്യമില്ല. എനിക്ക് ഹെൽമെറ്റ് വന്നു ഓട്ടോമാറ്റിക്കലി. ഞാനൊന്നും ഞെക്കിയിട്ടില്ല. അങ്ങനെ ആവശ്യമുള്ളപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഹെൽമെറ്റ് വരുന്നതാണോ? ആണെങ്കിൽ വളരെ നല്ലത്. ഗോസ്റ്റ് ഹെൽമ്. ചുറ്റിനും പരിസരം ഒന്ന് നോക്കി ഞാൻ ഓടും സെൻറ്ററിലേക്ക്. എല്ലാ വീടുകളുടെ ഇടയിലൂടെ തന്നെ ഞാൻ ഓടുന്നു. ആദ്യത്തെ കളി ആയണ്ട ഇത്രയും വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നത്. എല്ലാ ബിൽഡിങ്ങിലും ഇതുപോലെ ഓരോ ബൂസ്റ്റേഴ്സ് ഉണ്ട്.
ഇതൊക്കെ ഓൾറെഡി ഉള്ളത് കൊണ്ട് എനിക്ക് വീണ്ടും എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരാൾക്ക് 1 or 2 വെച്ചിട്ടൊക്കെ എന്തോ എടുക്കാൻ പറ്റുള്ളൂ എന്ന് കാണിച്ചു. ബാഗിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു, എടുക്കാൻ പറ്റിയെങ്കിൽ കാണാൻ നല്ല രസമുള്ളതല്ലേ. ഈ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ സീഷെൽസൊക്കെ കാണുമ്പോൾ പെറുക്കിയെടുത്തിടുന്നു പോലെയാ. കാണുന്ന എല്ലാം എടുത്ത് പെറുക്കി കൊണ്ടിടണം. ഈ കളി കളിച്ച് അതും പഠിപ്പിക്കും, ക്ഷമയും പഠിപ്പിക്കും, ഈ സാധനങ്ങൾ മാനേജ് ചെയ്തെടുക്കാൻ ആവശ്യമുള്ളത് മാത്രം എടുക്കുക എന്നുള്ളതും പഠിപ്പിക്കും. അവിടെയൊക്കെ ആൾക്കാർ ബോംബൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട് കുറേ, ആരും കാണുന്നില്ല. ഇതിപ്പോൾ എനിമി വരുമ്പോഴാണോ ഹെൽമെറ്റ് വരുന്നത്, ആരെങ്കിലും ലൈക്ക് സ്കോപ്പ് വെച്ച് നോക്കുമ്പോഴാണോ, എനിമി വെടിവെക്കാൻ നോക്കുമ്പോഴാണോ അല്ലയോ ഒന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല ഗോസ്റ്റ് ഹെൽമ് വരുന്നത്. അതിനും ടൈമറുണ്ട്. ഹെൽമെറ്റ് വന്നു കഴിഞ്ഞാൽ വന്നു പോകുമ്പോൾ കുറച്ച് ടൈം എടുക്കും, പിന്നെ വീണ്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വീണ്ടും അത് തന്നെ വരാനായിട്ട്. അങ്ങനെ പറയുന്നതാ ശരി. കാരണം എൻ്റെ എവിടെ ഞെക്കിയിട്ട് അത് വരിക എടുക്കാമെന്നൊന്നും മനസ്സിലായില്ല എനിക്ക്. റെഡിറ്റ് യൂസിന് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്, പക്ഷെ തന്നെ വരുന്നത് എവിടെ ഞെക്കണമെന്ന് ഇതുവരെ പറ്റും ഐഡിയ കിട്ടിയിട്ടില്ലേ. കുറേ ചുറ്റിനും നോക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ ആരെയും കാണാനില്ല. പക്ഷെ വീണ്ടും ഹെൽമെറ്റ് ഓട്ടോമാറ്റിക്കലി വന്നു. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്നത് ആരോ എന്നെ നോക്കുന്നുണ്ട്, ആരോ വെടിവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നോക്കിയിട്ട് കാണുന്നില്ല, അവിടെ ആൾക്കാരുണ്ട്. ഇപ്പോഴും ഞാൻ ആ സ്നൈപ്പർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു. എപ്പോഴും റീലോഡ് ചെയ്ത് വെക്കുകയാണ് ബെസ്റ്റ്. ഏത് വഴിക്കൂടെ എപ്പോൾ വരും മതിയെന്ന് പറയാൻ പറ്റില്ല. ആക്കി വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്നെ പോലെ കണ്ടിട്ട് ഇതുപോലെ ആദ്യമായിട്ട് കളിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടുമല്ലോ, എൻ്റെ മണ്ടൻ ഐഡിയാസ്. ബുള്ളറ്റ് ഇല്ലാണ്ടാ മരിച്ചെന്ന് പറയണ്ടല്ലോ. ചുറ്റിനെ നോക്കി കുറച്ചിരിക്കും. വീണ്ടും ഹെൽമെറ്റ് വന്നു. അപ്പം ഞാൻ നേരെ പിന്നിലോട്ട് വിട്ടു. സർക്കിൾ ചെറുതായി. ഇനിയിപ്പോൾ സർക്കിളിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് വീടുകളിൽ ഉള്ളിൽ കൂടെ തന്നെ ഞാൻ പോയി. അപ്പോൾ അതെ ഒരേ ഡ്രോപ്പ്. അവിടെ ഒരാൾ വരുന്നു, ശബ്ദം കേട്ടു. ദേ ആള് വരുന്നുണ്ട്, ശബ്ദം കേട്ടു. ആള് വീടിൻ്റെ ഉള്ളിൽ കയറുന്ന ശബ്ദം കേട്ടോണ്ട് ഞാൻ അകത്തേക്ക് കയറി. ഞാൻ കയറിയൊന്നും നോക്കാമെന്ന് വിചാരിച്ചു. ദേ നിൽക്കുന്ന മച്ചമ്പി പറ്റിയില്ല, നടന്നില്ല ഗുയിസ്. ഉള്ളിൽ കയറിപ്പോയി. ഈ തീപ്പൊരി കിട്ടണമെന്ന് ആഗ്രഹം ഈ ജവാനൊക്കെ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് വെടി വെക്കിയപ്പോൾ അകത്ത് കയറി ഹെൽത്ത്. പറഞ്ഞതുപോലെ തന്നെ ആള് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ടേക്കോ. ആഹാ ആഹാ ആഹാ, രണ്ടാമത്തെ കിൻഡു അങ്ങനെ കിട്ടിയിരിക്കുന്നു. എന്നെ പോലത്തെ ന്യൂ പ്ലെയേഴ്സ് ആണെന്ന് തോന്നുന്നു ഈ വരുന്നതൊക്കെ. അതുകൊണ്ടായിരിക്കും ഇത്ര ഈസിയിൽ എനിക്കും കില്ല് കിട്ടുന്നത്. ഞാൻ വരും, ഇങ്ങനെ പറയുന്നല്ലോ, പഠിച്ച് പതുക്കെ ഞാൻ വേറെ ലെവലായി വരും, നോക്കിക്കോ. അറിയുന്നവരൊക്കെ ഇന്ന് പറഞ്ഞു തന്നാലും മതി. ഇതിലെന്താ വേണ്ട, ഇങ്ങനെ ഷോപ്പിംഗ് കാർട്ടിൽ ഞാനിങ്ങനെ പതുക്കെ ഓരോന്നോരോന്ന് നോക്കുമായിരുന്നു.
എന്തെടുക്കണം, എവിടെ നിന്ന് എടുക്കണം? തപ്പി കുറേ ആവശ്യമുള്ളതൊക്കെ എടുത്തു. കുറച്ച് ബുള്ളറ്റ്സ് നിറച്ച് വെച്ചു. എന്തിനോ എന്തോ നിറച്ചു. അപ്പത്തന്നെ എന്തേ ബ്ലൂ സോൺ വന്നിട്ട് കഞ്ഞി പോകുന്നതിലും ഭേദം വല്ല വെടിയേറ്റിട്ട് പോകുന്നത്. എന്തേ പോയി ഹാരി പോട്ടർ പോണ പോലെ പോയി. ഈ വീടിൻ്റെ ഇവിടെ കയറി ഒളിച്ചാലോ എന്ന് വിചാരിച്ചു. മേലെ എന്നാലും സർക്കിളിന് പുറത്താണ്. അവിടെയൊക്കെ വെടിയടിയിട്ട് ശബ്ദം കേൾക്കുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് മൊത്തം ചുറ്റിനും നോക്കുന്നുണ്ട്. ഇനി ഏത് ഭാഗത്തേക്ക് പോവുക സേഫ്? മൊത്തം ഒരു 360 ഡിഗ്രി അടിച്ച് നോക്കിയിട്ടുണ്ട്. ഈ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള വഴികളും കൂടി നോക്കും. ഏതാ ഈ സേഫായിട്ട് ഒളിച്ചിരിക്കാൻ പറ്റുന്നത്? മുന്നിലും ഒളിഞ്ഞിരിക്കണം, സൈഡിലും കവറായിരിക്കണം, ബാക്കിലും കവറായിരിക്കണം. എല്ലാം കൂടെ പറ്റിയിട്ട് കിട്ടേണ്ട ഒരു സ്ഥലം. അത് കാരണം ബാക്കൊക്കെ സെക്യൂർ ആണോ നോക്കി വെച്ചുതേ ചാടി പോകുന്നു. ഒരു മരം കണ്ടു, അവിടെ ഇരുന്നു. ഇനിയൊന്നും നോക്കാമെന്ന് വിചാരിച്ചൊന്നുകൂടെ. അവിടെ ഒരു വീട് കണ്ടു. നോക്കിയപ്പോൾ അതാ വർക്കായില്ല ഗൈസ്, വർക്കായില്ല. ഇനി ആളുടെ വെടിയേറ്റ് ഞാൻ ചാവേണ്ടി വരില്ലേ? ആൾക്കും മനസ്സിലായി ഞാൻ എവിടെ ഉണ്ടെന്ന്. എന്നെ നോക്കുന്നത് ആ ഹെൽമെറ്റ് വെക്കാനായിട്ട് ഞാനായിട്ട് ഞെക്കി കുറേ ശ്രമിച്ചു, വരുന്നില്ല. എവിടെ ഞെക്കണമെന്ന് എനിക്കറിയില്ല. ഏത് ഓപ്ഷനാണ് പ്രസ് ചെയ്യേണ്ടത്? ഞാൻ വെടി വെക്കാന്ന് വെച്ച് നോക്കുമ്പോഴത്തേനും ആൾക്ക് വേറെ വെടി അവിടെ നിന്ന് ഇവിടെ നോക്കിയത് പെട എന്നറിഞ്ഞിട്ട് കെട്ടി. അപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ? അതെ, ജീവനോടെ ഒന്നും ഈ ബലൂണെടുത്ത് പറന്നു പോണു. മണ്ടൻ പറഞ്ഞ നേരെ ഈ ബ്ലൂ സോണിലേക്ക് തന്നെ വന്നു. ഞാനുണ്ടോ വിടുന്നത്? അങ്ങനെ എൻ്റെ മൂന്നാമത്തേക്കുണ്ട്. ഇനി നോക്ക് രാജടി. നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, വെടിയേറ്റ് മരിക്കുന്നതായിരുന്നു വേഗം. അപ്പം ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഗാർഡിയൻ ഷീൽഡാണ്. ഈ ഷീൽഡൊന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ല. ഇതൊക്കെ ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ഇത് ആൾക്കാരെ പറ്റിക്കാനായിട്ട് പ്രാങ്ക്സ്റ്റർ എന്ന് കാണിച്ചതുകൊണ്ട് ഇതെങ്ങനെയാണ് പറ്റിക്കാൻ ഉദ്ദേശിക്കണമെന്ന് ഇപ്പോൾ മനസ്സിലായി. ചുമ്മാ പോവുക, ഇവിടെ വെക്കുക, ഇവിടെ ആളുണ്ടെന്ന് വിചാരിപ്പിക്കുക, ആളെ വെടി വെച്ചോണ്ടി. അതാണ് പ്രാങ്കെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നോ പ്രോബ്ലം, 7ാം സ്ഥാനമെങ്കിലും കിട്ടി. ആൻഡ് ഞാൻ MVP. എന്താ കളി? എല്ലാവർക്കും ഒരു ലൈക്ക്.